ഒന്ന് ദിനവൃത്താന്തം 4-ാം അധ്യായം 10-ാം വാക്യത്തിലൂടെ യാബോസ് ഇസ്രായേലിന്റെ ദൈവത്തോടും പ്രാർത്ഥിക്കുന്ന മനോഹരമായ ഒരു പ്രാർത്ഥനയുണ്ട്. ആ പ്രാർത്ഥന എങ്ങനെയാണ്? നീ എന്നെ നിശ്ചയമായി അനുഗ്രഹിച്ച് എന്റെ അതിർ വിസ്താരമാക്കുകയും നിന്റെ കൈ എന്നോട് കൂടെ ഇരുന്ന് അനർത്ഥം എനിക്ക് വ്യസനകാരണമായി തീരാതെ വണ്ണം എന്നെ കാക്കുകയും ചെയ്താൽ കൊള്ളാമായിരുന്നു. അവന്റെ അപേക്ഷിച്ചു. അവന്റെ പ്രാർത്ഥന ദൈവം കേട്ടു എന്നാണ് വചനം സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നത്. ഈ പ്രാർത്ഥന എല്ലാവരും പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയാണ്. എന്നാൽ അവന്റെ ദൈവം അവന്റെ പ്രാർത്ഥന കേൾക്കുവാനുള്ള ഒരു കാരണം അവന്റെ പ്രാർത്ഥനയുടെ ഒരു പ്രത്യേകതയാണ്. അവൻ പ്രാർത്ഥിക്കുന്നത്, നീ എന്നെ നിശ്ചയമായി അനുഗ്രഹിച്ച് എന്റെ അതിൽ വിസ്താരമാക്കണം. അങ്ങനെ അവൻ പ്രാർത്ഥിക്കുമ്പോൾ അവന് ഉത്തമ ബോധ്യമുണ്ട് ആ അനുഗ്രഹം അവന് ലഭിക്കുമെന്ന്. അതുകൊണ്ട് അവൻ വീണ്ടും പ്രാർത്ഥിക്കുന്നത്, നീ എന്നോട് കൂടെ ഇരുന്ന് ഈ അനുഗ്രഹം എനിക്കൊരു വ്യസന കാരണം, എന്റെ ഈ ദുഃഖമായി തീരാതെ വണ്ണം എന്നെ കാത്തുകൊള്ളാൻ നീ എന്നോട് കൂടെ ഇരിക്കണമെന്നാണ് യാബോസ് പ്രാർത്ഥിക്കുന്നത്. അങ്ങനെ പ്രാർത്ഥിച്ചതുകൊണ്ടാണ് ദൈവം അവന്റെ പ്രാർത്ഥന കേട്ടത്. അപ്പൊ ദൈവത്തോട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ അനുഗ്രഹം നമുക്ക് ലഭിക്കുകയും വേണം. എന്നാൽ ദൈവത്തിന്റെ അനുഗ്രഹം നമുക്കൊരു ദുഃഖമായി തീരാതെ നമ്മുടെ അനുഗ്രഹത്തോടൊപ്പം ദൈവവും നമ്മോട് കൂടെ വേണമെന്നൊരു എന്ന ആറ്റിറ്റ്യൂഡിലാണ് നാം പ്രാർത്ഥിക്കേണ്ടതെന്നാണ് വചനം പഠിപ്പിക്കുന്നത്. നമ്മൾ പ്രാർത്ഥിക്കുന്നത് ദൈവം നമ്മളെ അനുഗ്രഹിക്കണം, ആ അനുഗ്രഹത്തോടൊപ്പം ദൈവവും കൂടെ ഉണ്ടാകണം എന്നാണ് നാം പ്രാർത്ഥിക്കേണ്ടത്. അതാണ് ഈ വചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. നമുക്കെല്ലാവർക്കും ദൈവം കൂടെ ഇരുന്ന് നമ്മളെ അനുഗ്രഹിക്കുന്ന ആ അനുഗ്രഹം സ്വന്തമാക്കുവാൻ ദൈവത്തോട് പ്രാർത്ഥിക്കാം. അതിന് ദൈവം നിങ്ങളെല്ലാവരെയും സഹായിക്കട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു.